അല്ല ആരാ ഇത്? സാറാമ്മ സാറോ? സാറാമ്മ സാറിന്റെ ഇവിടെ? ജോണിക്കുട്ടി സാറിന്റെ വീടായിരുന്നു ഇത്. ആ ഞാൻ നമ്മുടെ കൂടെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്ത ദിലീഷ് സാറില്ലേ, ദിലീഷ് സാറിന്റെ വീട് ഇവിടെ എവിടെയോ ആണ്. അമ്മച്ചിയും ഭാര്യയൊന്നും ഇവിടെ ഇല്ല, അവര് കല്യാണത്തിന്. ആണോ? അതിനല്ല, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാലോ. സാറാമ്മ സാറ് വാ 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 വരി. സാറാമ്മ സാർ ഇങ്ങോട്ടിരുന്നു. അല്ല വേണ്ട, അവിടെ ഇരിക്കണ്ട, ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ, ഇങ്ങോട്ടിരുന്നു. അല്ല ഞാൻ പണ്ടേ ഈ സൈഡ് എൻ്റെ ഒരു ശീല. ഒരു പെണ്ണുങ്ങളെ കണ്ടീനല്ലോ. വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അങ്ങനെ സുഖമായിട്ട് പോന്നു. ആ അവിടെ ഈ പുതിയ ബിൽഡിങ്ങിൽ AC ഒക്കെ ആക്കി ഫാനൊക്കെ മാറ്റി എന്ന് പറയുന്നിട്ട്. നമ്മുടെ സർക്കാർ ഓഫീസല്ലേ സാറേ, പഴയ പോലെ തന്നെ. അങ്ങനത്തെ പഴയ അല്ലേ? ഫാൻ, എല്ലാം പഴയ തന്നെ. ഹസ്ബൻഡ് നീന്നിപ്പോ? ഹസ്ബൻഡ് ഇപ്പൊ ചെറിയൊരു വയ്യായികയുണ്ട്. അല്ല എനിക്ക് ചെറിയൊരു വയ്യായുണ്ടേ, അപ്പൊ നമ്മളെ പോലെ വേറെ വയ്യായിക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ അങ്ങനെ ആരോ വിളിച്ച പോലെ തോന്നില്ലേ? തോന്നിയോ? ശരിക്കും വിളിച്ച്. ഞാനൊന്ന് നോക്കട്ടെ. ദൈവമേ, ലഹള തുടങ്ങാൻ പോകുന്നു. ഈ പേപ്പറിലൊന്നും ഒരു ന്യൂസും ഇല്ല. അപ്പുറത്തൊക്കെ എന്തൊക്കെ കാഴ്ച ഉണ്ടെന്ന് അറിയെങ്കിൽ വാ വന്നോളി. സാറാമ്മ സാർ വരി. വാ സാറാമ്മ സാർ. ഇത് വന്നില്ല ഇവിടെ. അതിനല്ല, അപ്പുറത്തെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. വാ, എന്തൊക്കെ കാണാണ്ട് അപ്പുറത്ത് നിന്നറിയ. വാ, നമ്മളെ കൊറേ പച്ചക്കറി തോട്ടമുണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടോ? വേനടുക്ക് വാ. ഇവിടെ എന്തൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇങ്ങോട്ട് വാ. വാ, അവിടെ നിക്കല്ലേ. ഇവിടെ എന്തൊക്കെ കാണാണ്ട്. ഇവിടെ നോക്കിയാലേ എന്തൊക്കെ കാഴ്ചകൾ. ഇതാ സൈക്കിള്, ഞാൻ പണ്ട് ചവിട്ടിക്കൊണ്ടിരുന്നേ. ഈ ലേഡി സൈക്കിളോ? എനിക്ക് പണ്ടേ ലേഡി സൈക്കിളിനോട് വല്ലാത്തൊരു ഇഷ്ടാ. അതുകൊണ്ട് പച്ചക്കറി തോട്ടം അതാ അതിന്റെ മുകളില്. അപ്പുറത്തെ വീട്ടിലെ പച്ചക്കറി തോട്ടല്ലേ? നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കൈ കെട്ടി നോക്കി നിൽക്കുമ്പോ എന്തോ ഒരു ആനന്ദായിരിക്കും. ഭയങ്കര മനസ്സുകൊണ്ടോ. അല്ല സാറിന് ഇതെന്താണ്? ഒന്നുമില്ല, സാറാമ്മ സാർ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായി നിന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പച്ചക്കറി തോട്ടമൊക്കെ നോക്കി നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് വരാം. ഇവിടെ ഇപ്പൊ എന്താ ആസ്വദിക്കാൻ? എന്താ ഇവിടെ ചോദിച്ചല്ലേ? ബോഡി എടുത്തു പോലെ മോളെ മാറ്റണ്ടേ? അത് ഞാൻ എടുത്തു തരൂലേ? അതിനല്ലേ ഞാനിവിടെ ഉള്ള. നീ പോയിക്കോ അങ്ങോട്ട്, ഞാൻ എടുത്തരാ. സാറിന് എന്തോ ഒരു വെപ്രാളം. ഇപ്പൊ എനിക്ക് സമാധാനമില്ല. എന്ത് നടക്ക്, അകത്ത് നല്ല സൗകര്യല്ലേ? പോണ്ടേ, മരിച്ചെടുത്ത് പോവാന്നെല്ലാം പറഞ്ഞ സമയത്തിന് കാലത്തിന് പോയിട്ടില്ലേ? ശവങ്ങളെ കാത്തിക്കുവോ? അല്ല ദിലീഷ് സാറിന്റെ വീട്ടിൽ ഇതിലെ തന്നെ ഷോർട്ട് കട്ട്. ഇതിലേക്ക് കയറി. ശ്രദ്ധിച്ച് ഇത് ഇങ്ങനെ ഇതേ ഒന്ന് റോഡുമലേക്ക് കൊണ്ടയാക്ക്. ഞാനോ? ആ നീ തന്നെ. പിന്നെ കുടുങ്ങിക്കുന്ന ഞാനാ. എന്താ ആരോട് നിക്കാൻ? രണ്ടാളോടും. ഏത് രണ്ടാളോടും? ഒന്ന് നിങ്ങൾ, ഒന്ന് ഞാൻ. ഒന്ന് നീയും ഒന്ന് ഞാനും. പപ്പുള്ള എന്താ ഇവിടെ? പപ്പുള്ള എന്താ ഇവിടാന്നോ? ഈ വീട്ടിലോ? എന്ത് ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്? എന്റെ ബാലേട്ടന്റെ വീടല്ലത്. കൊറേ നേരമായി ഇങ്ങോട്ടിരുന്നു ചോദ്യം. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? എന്താ? ബാലേട്ടൻ എവിടെ? ബാലേട്ടൻ നിന്റെ കൂടെ രാവിലെ വന്നതല്ലേ? അതല്ലേ ചോദിച്ചത്, ബാലേട്ടൻ എവിടെയെന്ന്. ചിലക്കാണ്ട് പോണ അവിടുന്ന്. ജോണിക്കുട്ടി, റോഡിലേക്കുള്ള വഴിയല്ലേ? ഈ വഴി പോവണ്ട. ഇത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാ. ജനാലകളും ഉമ്മറവും അതുപോലെ തന്നെ വാതിലൊക്കെ ഉള്ള വഴിയാ. നമുക്ക് ഈ വഴി പോവാം. ഇതാകുമ്പോ ഷോർട്ട് കട്ടാ. വരൂ. എവിടെ നാട് എവിടെയാ? ഞാനിവിടൊക്കെ തന്നെയാ. ഇവിടെ തന്നെ ആയിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. നിങ്ങൾ ആദ്യം വഴി കാണിക്ക്. വഴി കാണിക്കാൻ ഞാൻ എന്താ പഴയ രാജകൊട്ടാരത്തിൽ നിങ്ങൾ അടിയാണല്ലോ ഞാൻ. വരി, ഞാൻ കാണിക്കാം. വാ.
ജോണിക്കുട്ടി സാറിന്റെ വീടായിരുന്നു ഇത്. ആരാ മനസ്സിലായില്ല? സാറാമ്മ സാറ് നമ്മൾ ഒരുമിച്ച് വർക്ക് ഓ ചെയ്തു. സാറാമ്മ സാറ്. സാറാമ്മ സാറേ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അതെ. ആഹാ. കേറി ഇരിക്കട്ടോ. എന്നാ കേറ്. അത് ഞാക്കൊരു മരിച്ച പുരയിൽ പോവാണ്ട്. ആയിക്കോട്ടെ. പിന്നെ ചായയും ചോറും ഒക്കെ കൊടുത്തിട്ട് വിട്ടാതി. ആഹാ, മീൻ പൊരിച്ചില്ലല്ലോ. എന്നായിക്കോട്ടെ, ഞാള് പോവാണേ. ആഹാ, നിങ്ങൾ പോയിക്കോളി. ആ ശരി മോളെ. അത് പിന്നെ നമ്മൾ ഈ ദാമ്പത്യ ജീവിതമൊക്കെ ആകുമ്പോഴേ ജോണി സാറേ, എന്തിന്? ചെറിയ ചെറിയ കള്ളങ്ങളല്ലേ വലിയ വലിയ പ്രശ്നങ്ങളാവുന്നത്. അത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പോട്ടെ. ആയിക്കോട്ടെ. എന്നാ ശരി. ഇത് ഇത്ര ഉള്ളായിരുന്നല്ലേ?